നമ്മളുടെ ഹോട്ടലെത്തി കേട്ടോ. നമ്മളപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോവാം. 309 ആണ് നമ്മുടെ റൂം നമ്പർ. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ താജ്മഹൽ കാണാൻ പോവാണ്. കുറേ കൊല്ലമായിട്ട് എൻ്റെ അച്ഛനമ്മയൊക്കെ ഓൾറെഡി കണ്ടു കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് കാണാൻ പോകുന്നത്. ഈ ഒരു ട്രിപ്പ് തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്ക് താജ്മഹൽ കാണണം എന്നുള്ളത്. അപ്പോൾ ആഗ്രയിൽ നിന്ന് കാലത്താണ് എത്തിയത്. വന്നപ്പോൾ തന്നെ ഗൈഡ് വന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞായിരുന്നു നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് താജ്മഹൽ കാണാൻ പോകാമെന്ന്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് താജ്മഹലിലേക്കാണ്. വെറും 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരം ഉള്ളൂ ഈ ഒരു ഹോട്ടലിൽ നിന്ന്, നമ്മൾ താമസിക്കുന്നത് ഹോട്ടലിൽ നിന്ന് താജ്മഹലിലേക്ക്. ആഗ്രയിലെ ഫ്ലൈ ഓവർ കണ്ടോ, മെട്രോന്റെ ഫ്ലൈ ഓവർ ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ കൂടെ ഈ ആഗ്രയുടെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ഉണ്ട് കേട്ടോ. പുള്ളി ഇവിടെ 24 വർഷമായിട്ട് ഗൈഡായിട്ട് ജോലി ചെയ്യാണ്. പുള്ളിയുടെ പേര് രാകേഷ് എന്നാണ്. അപ്പോൾ പുള്ളി നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, ഈ മെട്രോ താജ്മഹൽ മെട്രോ സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. നമ്മളെന്തായാലും നമ്മളുടെ വണ്ടിയിലാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് നടന്നിട്ടാണ് പോണേ കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് നടക്കാനുണ്ട് താജ്മഹലിൻ്റെ അവിടേക്ക്. ബേബി മങ്കി പോണ്. താജ്മഹലിൻ്റെ അവിടെ കുരങ്ങന്മാരുണ്ട്. മൈ ഗോഡ്, എൻ്റെ സാധനങ്ങൾ ഞാൻ സൂക്ഷിക്കണം. നമുക്ക് എല്ലാം മരത്തിൻ്റെ ഇടയ്ക്കും ഒരു ദൈവത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു മങ്കി ഉണ്ട്. കുരങ്ങന്മാരുടെ അടുത്ത് അധികം ഐ കോണ്ടാക്ട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ സാധനങ്ങൾ എടുത്തിട്ട് അത് ഓടുന്നു. ഇവിടെ ഫോറിനേഴ്സിന് 1300 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. അവർക്ക് പ്രത്യേക ലൈനുണ്ട്. പിന്നെ ഇടയിൽ ആൾക്കാർ ഒരു വെള്ള നിറത്തിലുള്ള സാധനം വിൽക്കുന്നുണ്ട്. അതെന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലും ഇടാനായിട്ട് ഷൂ കവർ വേണ്ടി വരും. അപ്പോൾ അതാണ് ആൾക്കാർ. അപ്പോൾ ഗൈഡ് പറഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങണ്ട, നമ്മൾ ആ എൻട്രൻസ് എത്തുമല്ലോ അവിടെ പോകുമ്പോൾ വാങ്ങിച്ചാൽ മതി. അതാണ് ബെറ്റർ, ഗവൺമെൻറ് നൽകണ ക്വാളിറ്റിന്നാ. ഇവിടെ നിന്നൊന്നും വാങ്ങണ്ട എൻട്രൻസിൽ നിന്നൊന്നും. ഇത് വേണ്ട, ഇതുപോലത്തെ കാർട്ടില്ലേ, ഇങ്ങനത്തെ കാർട്ടുകളിൽ നമുക്ക് പോകാൻ പറ്റും. ഈ കാർഡ് എടുത്ത് നമുക്ക് വരാട്ടോ. എത്ര കുറച്ച് കാശുള്ളൂ, 20-30 രൂപയാണ് പെർ പേഴ്സണ്. ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് നടക്കാനുള്ളത്. നമ്മൾ നടന്നു. അപ്പം ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് ചോദിച്ചാൽ, കാട്ടിലിരുന്ന് നമ്മളിത് മുഴുവനായിട്ട് മര്യാദ കാണില്ലല്ലോ. സോ നോക്ക്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. താജ്മഹലിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനത്തെ തരം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഫോട്ടോ കാണുമ്പോൾ അതിനെ മാത്രമല്ലേ കാണുള്ളൂ. ഇതാണ് ഷൂ കവേഴ്സ്. നോക്കിയാ ഇത് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് ഇടേണ്ടി വരും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ഈ ഗേറ്റിൽ നിന്ന് നമ്മൾ മേടിച്ചത് കേട്ടോ. ഇതിന് എത്ര വെച്ചാൽ 10 രൂപയോ? ഒരു പേര് 10 രൂപ. നടക്കും. നമ്മളിപ്പോ താജ്മഹലിൽ കയറാൻ പോവാട്ടോ. അതിന്റെ ക്യൂ ആണിത്. നോക്ക്, ഇത് ഭയങ്കര പാടാണ്. ഇന്ത്യൻ ക്യൂവിൽ നിന്നിട്ട് കയറല് ഭയങ്കര പാടാണ്. ഇടിയില്ലാണ്ട് കയറാനേ പറ്റണല്ലോ. ഇവിടെ ഒടുക്കത്തെ ഇടി പെണ്ണുങ്ങളെ ഉണ്ടാക്കണത്. നോക്ക്, ഇവിടെ മൊത്തം കൊള്ളാം. നോക്ക് എന്തത്, അവിടേക്ക് ഇവിടേക്ക് ആൾക്കാരെ ഓടിക്കൊണ്ടിരിക്കും. സമാധാനത്തിൽ ഇവിടെ ഒരു സാധനം വന്ന് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളെ സെക്യൂരിറ്റി ചെക്കിന് പോവാട്ടോ. ഭയങ്കര റഷാ.
ഒരു ഗൈഡ് കൂടെ ഉണ്ടായിരുന്നിട്ട് അടക്കം ഇന്ത്യൻ ക്യൂവിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കടക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. എല്ലാ ആൾക്കാരും ഒരു ക്യൂവിൽ പ്രോപ്പറായിട്ട് നിൽക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് കിടക്കുക. പിന്നെ ആൾക്കാരില്ല പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ. ഒരു സൈഡിലെത്തുമ്പോൾ പെണ്ണുങ്ങളുടെ മാത്രം ക്യൂ ആണ്. അപ്പോൾ പെണ്ണുങ്ങളും കുട്ടികളും വേറെയാവും. അപ്പോൾ ചന്ദ്രപ്പി വേറെ സൈഡിലാണ്. ഏത് ഭാഗത്തുനിന്ന് വരണേന്നൊന്നും നമുക്കറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എവിടെയാണ് ഡാഡി? ക്യൂവില് പോയി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞപ്പോഴേക്കും പടലങ്ങി. ഇവിടെ താജ്മഹൽ പോലെ തന്നെ ഒരെണ്ണമുണ്ട്. താജ്മഹലിന്റെ അമ്മ ഹിന്ദു ആയിരുന്നു അത്ര, അതുകൊണ്ട് ഇത് ഹിന്ദുക്കളുടെ ആർച്ചാണ് ഈ കാണുന്നത് കണ്ടോ. പക്ഷെ ഇപ്പം നമ്മൾ ആ ഗേറ്റ് കണ്ടില്ലേ, അതിന് ആർച്ച് കണ്ടോ, അതിന് ആ കർവില്ല. അപ്പോൾ പറയേണ്ടത് ഇത് മുസ്ലിങ്ങളുടെ ആർച്ചാണ് അങ്ങനെയെന്നുള്ളത്. പിന്നെ ഇവിടെ കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. നമ്മളൊരു ഗൈഡിൻ്റെ കൂടെ വന്ന് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും മനസ്സിലാവുക. പിന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും താജ്മഹൽ പബ്ലിക്കിന് വേണ്ടി ക്ലോസ്ഡ് ആയിരിക്കും. കാരണം അന്നത്തെ ദിവസം ഇവിടെ ലോക്കലായിട്ടുള്ള ആഗ്രയിലെ മുസ്ലിങ്ങൾക്ക് അന്ന് ഇവിടെ പ്രെയർ ചെയ്യാൻ ഇത് ഓപ്പൺ ആയിരിക്കും. പിന്നെ ഇതിനൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ ഗേറ്റിൽ റോയൽ ഗേറ്റിൽ കൂടെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് നമ്മൾ പെട്ടെന്ന് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ താജ്മഹൽ നമ്മളിൽ നിന്ന് ഇങ്ങനെ ദൂരേക്ക് പോകണ പോലെ തോന്നുത്രേ. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ തിരിച്ച് നടക്കുമ്പോൾ താജ്മഹൽ നമ്മളുടെ കൂടെ അടുത്തേക്ക് വരണോന്ന് തോന്നുന്നു. എന്തൊക്കെ പല പല കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ ഇവിടെ. എന്താണ് താജ്മഹലിലെ റോയൽ ഗേറ്റ്. ഈ ഗേറ്റിൽ കൂടെ മാത്രമാണ് നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമ്മളുടെ അടുത്ത് ഒരു ലോഡ് ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് അവിടെ എടുക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നല്ല റേറ്റും ഉണ്ട്. 50 ഫോട്ടോന് 4000 രൂപ. നമ്മളെന്ത് പറയായിരുന്നു, നമ്മൾക്ക് ഫോണിൽ തന്നെ എടുക്കാൻ പറ്റും നന്നായിട്ട്. പിന്നെ ഒരു മെമ്മറിക്ക് വേണ്ടി ഒരു നല്ല ഫോട്ടോ കിടക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് എടുക്കാം. നോക്ക്, നമ്മളിതേ താജ്മഹൽ കാണാട്ടാ. നമ്മളങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറിനെ കണ്ടുപിടിച്ചു. അവിടെ ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ. അവർ വന്നിട്ട് 50 ഫോട്ടോയ്ക്ക് ഇത്ര രൂപ, അങ്ങനെ നമ്മൾ 40 ഫോട്ടോ 3200 രൂപ, അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറിനെ കണ്ടുപിടിച്ചു. സത്യം പറയാലോ, അയാൾ നല്ല ഉഗ്രൻ ഫോട്ടോഗ്രാഫറായിരുന്നു. കാരണം അയാളെ നമ്മൾ എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഒരു നല്ല ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല എന്നുള്ള അത്ര ക്രൗഡ് ഉണ്ട്. ഐഫോൺ വെച്ചിട്ടൊന്നും നമുക്ക് അതിൻ്റെ ഒരു മോണുമെൻറ്റിൻ്റെ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഫോട്ടോ നോക്കിയിട്ട് ഞാൻ കാശ് തരാം, ആദ്യം ഫോട്ടോ എടുക്ക് എന്നിട്ട് നോക്കാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇയാളെ കൊണ്ടാട്ടോ മൊത്തം ഫോട്ടോ എടുപ്പിച്ചത്. ഇവിടെ നമ്മൾ ഒരു ലോഡ് ഫോട്ടോഗ്രാഫി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ വല്ലതും നല്ലതാണ്, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര പാടാ, എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഭയങ്കര വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക ഒരു പൊസിഷൻ കിട്ടാനായിട്ട്. ഞാനാണെന്ന് വെച്ചാൽ എന്റെ ഏത് പോസിൽ നിന്നല്ല എല്ലാവരുടെയും ഫോട്ടോഗ്രാഫി. ഗൈസ്, നമ്മളങ്ങനെ താജ്മഹലിന്റെ അവിടെ എത്തി. ചേട്ടന്മാർക്കൊന്നും മാറുന്നു തല കാരണം എനിക്ക്. നമ്മളിപ്പോ താജ്മഹലിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടാ. ഇവിടെ വെള്ളമുള്ള ഏരിയ കണ്ടോ. ഇതുണ്ട്, ഇവിടെ മുഴുവൻ ഫൗണ്ടൻ ഉണ്ട്, വെള്ളത്തിന്റെ ചെറിയ ഫൗണ്ടനാ. ഇവിടെ മുഴുവൻ ഉണ്ടല്ലോ. എല്ലാവരും വരുമ്പോ എല്ലാവർക്കും ഫോട്ടോ എടുക്കണം. നമുക്കാണെങ്കിലും ഫോട്ടോ എടുക്കണം. കാരണം നമ്മൾ ഒരുപാടല്ലേ താജ്മഹൽ ഇങ്ങനെ അടുത്ത് കാണുള്ളൂ. സോ ഈശ്വരന്മാരെ, അപ്പൊ ഇതില് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടേക്ക് ഫോട്ടോ എടുക്കാനാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് താജ്മഹലിന്റെ ബാക്ക് സൈഡ്, അതാണ് റോയൽ ഗേറ്റ്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മളുടെ താജ്മഹൽ. എല്ലാവരും കണ്ട ഫോട്ടോ എടുക്കല് ഭയങ്കര ബിസിയാ, പല പല പോസിലായിട്ട്. ഈ പെണ്ണ് കണ്ട കുറെ നേരം എയർ പിടിച്ചേക്കണം. നമ്മുടെ ഫോട്ടോ സെഷൻ കഴിഞ്ഞ് മതി. ഇവിടെ വന്നിട്ട് ഭയങ്കര നല്ല ഫോട്ടോ എടുക്കലൊക്കെ. എന്റെ പൊന്നു, നമുക്ക് ഒരിക്കലും ഒരു സമാധാനം എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല കേട്ടോ. സത്യം പറയാലോ. ഇവിടെ ആക്ച്വലി
ഫോട്ടോ എടുക്കൽ മത്സരമായിരുന്നു. ഞാൻ എന്താ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അയാൾ എൻ്റെ അടുത്ത് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി അങ്ങോട്ട് പിടിക്കും ഇങ്ങോട്ട് പിടിക്കും, അവിടെ ചന്ദ്രൻ്റെ അടുത്ത് എൻ്റെ കൈ മുമ്പ് വെക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നുടാ. എന്നിട്ട് ചീറ്റി വന്നിട്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഈശ്വരാ അവർ പോയി കഴിഞ്ഞു. ഞാനിവിടെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, താജ്മഹൽ ഒന്ന് ആ വണ്ടർ ഒന്ന് കാണാനായിട്ട് നമ്മൾ വണ്ടറടിച്ചു പോകും. അത്രയ്ക്ക് താജ്മഹൽ കാരണമല്ല, എല്ലാ ആൾക്കാരുടെ തിരക്ക്, ഫോട്ടോ എടുക്കൽ, എൻ്റെ അമ്മ മാമാങ്കം തന്നെ പറയണം. ഞാൻ എൻ്റെ നല്ല ചുരിദാർ ഇട്ടുകൊണ്ട് വന്നെങ്കോട്ടാ ഫോട്ടോസൊക്കെ ഭംഗി ഉണ്ടാവാൻ. ഈ പച്ച കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്തിരി എന്താ പറയുക ഫ്ലൂറസെൻ്റ് പച്ചയാണെങ്കിലും ഫോട്ടോയിൽ ഭംഗി ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നമുക്കിവിടെ വെള്ളക്കാർ വന്നിട്ട് താജ്മഹലിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കണം. എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മോ, ഇവരിതൊക്കെ വാടകയ്ക്ക് എടുത്തേക്കോ? ഈ ഒരു ബ്ലൂ ഷർട്ട് ഇട്ടതാട്ടെ എൻ്റെ ഫോട്ടോഗ്രാഫർ. അടിപൊളിയാണ്, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചോ നല്ല ഉഗ്രം ഫോട്ടോ എടുത്തു തരും. മുംതാസ് മഹൽ മരിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ ആദ്യം കുഴിച്ചിട്ടു. അതിന് ശേഷമാണ് അത് ഈ ഇതിൽ താജ്മഹലിലേക്ക് മാറ്റിയത്. അടുത്തുനിന്ന് കാണുമ്പോ താജ്മഹലിന്റെ ഒരു ഭംഗി. താജ്മഹലിൽ കാണാൻ പോണെങ്കിൽ മുന്നേ ഈ ചെരുപ്പ് കവർ ഇടണം. കണ്ടോ, ഇത് ഇട്ടിട്ട് വേണം അവിടേക്ക് കയറാൻ പോവാനായിട്ട്. ഇത് ഷൂ കവറാട്ടോ. കണ്ടോ, എല്ലാവരുടെ കാലുമേ ഷൂ കവർ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഇട്ടിട്ട് വേണം അങ്ങോട്ട് പോവാനായിട്ട്. പടം വരച്ച പോലെ, അത് ആക്ച്വലി പടം വരച്ചതല്ല അത്രേ, അത് പലതരം ജം സ്റ്റോൺസ് വെച്ച് ഉണ്ടാക്കിയതാണ്. പേർഷ്യന്നും അറബിക് കൺട്രീസിൽ നിന്നും ടർക്കിയിൽ നിന്നും ഒക്കെ ഉള്ള സാധനങ്ങൾ കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അത്ര. എന്താ അല്ലേ, ഒരു അത്ഭുതം തന്നെ. ഈ ഗേറ്റ്, ഇത് ഓരോ തരത്തിലുള്ള ഗേറ്റ് ഓരോ സൈഡിലായിട്ടുണ്ട് ഈ താജ്മഹലിന്. സെക്യൂരിറ്റിച്ചൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അങ്ങനെ നമ്മള് താജ്മഹൽ കണ്ടു പുറത്തിറങ്ങി. ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഗൈഡിനെ കൂടെ കൂട്ടിയുണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റോണുകൾ, റൈറ്റിങ്ങിനെ പറ്റിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗൈഡ് പറഞ്ഞു തരും. കുറേ കൊല്ലമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പോയി കണ്ടിട്ടു, ഞാൻ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ കണ്ടു. ഇത് യമുന റിവറാണ് കാണുന്നത്. ഇത് യമുന റിവറാണ്, യമുന നദിയാണ്. യമുന നദി ഇത് മുഴുവൻ ഈ താജ്മഹലിന്റെ ബാക്കിലായിട്ട് തന്നെ യമുന നദി കണ്ടോ. അവിടെ ഓ അവിടെ റെഡ് ഫോർട്ട് ഉണ്ട്. നമ്മളത് കാണാൻ പോയപ്പോ. പോവാം. അപ്പൊ താജ്മഹൽ കണ്ട് ചന്ദ്രപ്പ ഇങ്ങോട്ട് വാ. താജ്മഹൽ കണ്ടല്ലോ, എന്താണ് പറയാനുള്ളത്? നല്ലത് ഗൈഡ് പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ? കൊച്ചിന്റെ അടുത്ത് ഞാൻ താജ്മഹൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടം. പറ ബ്യൂട്ടിഫുൾ. ഇഷ്ടപ്പെട്ടോ? വാ വാ, നമുക്ക് നമ്മളുടെ ഫോട്ടോ ആൽബം കിട്ടിയിട്ടുണ്ട്. പിടിച്ചിട്ടു പിടിക്കേ, ഇത് പിടിക്കേ. ആ ഇനി മറക്കട്ടെ, മറച്ച് ഒരു പേജ് മറക്കേ. ഇത് വേണ്ടോ നമ്മളുടെ ഫോട്ടോ? ആക്ച്വലി ഇത് നല്ലതാട്ടോ. 50 ഫോട്ടോ 3000 രൂപയാട്ടോ നമ്മൾ കൊടുത്തത്. ആക്ച്വലി ഒരു ലോഡ് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ കൃത്യം 50 ഫോട്ടോ ആക്കി. 50 ഫോട്ടോ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റണ്ടേ. അപ്പം നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു റേറ്റ് പറയണ്ട. അങ്ങനെ 4000 പറഞ്ഞ് പേച്ച് നോക്കിയിട്ടുണ്ട് ഫോട്ടോ. നല്ല രസമായിട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട് എല്ലാ ഫോട്ടോ. അപ്പം നമ്മൾ താജ്മഹലിൽ കയറിനേക്കാൻ മുന്നായിട്ട് നമ്മൾ ആ ഏരിയയിൽ മൊത്തം ഇരുന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഇറങ്ങി വരുമ്പോഴേക്കും അവർ ഈ ഫോട്ടോ ആൽബം റെഡിയാക്കി കൈ തരും കേട്ടോ.
നമ്മളിപ്പോൾ ആക്ച്വലി റെഡ് ഫോർട്ട് കാണാൻ പോകട്ടാ. നമുക്ക് ലഞ്ച് കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല, 4:30 ഇത് ക്ലോസ് ആവും. ഫുഡ് ഈസ് ഹംഗ്രി. ഇപ്പൊ നമ്മള് റെഡ് ഫോർട്ടിലേക്ക് കയറാട്ടോ. ഇവിടെ 4:30 ക്ലോസിങ് ആയാലും നമ്മള് തിരക്ക് പിടിച്ചാ പോകുന്നത്. ഒരു സ്കാനിങ് ഉണ്ട് ഇവിടെ, ഫുൾ സെക്യൂരിറ്റി ഉണ്ടോട്ടോ. ഇതുണ്ട് അതിന്റെ വർക്ക്, എന്താ ഒരു വർക്ക് നോക്കണേ. റെഡ് കളർ, റെഡ് സ്റ്റോൺ കൊണ്ടാണ് ഇത് മൊത്തം ഉണ്ടാക്കിയാണ് ഈ ഫോർട്ട്. റെഡ് ഫോർട്ട് എന്ന് അതുകൊണ്ട് അതിന്റെ പേര്. റെഡ് ഫോർട്ടിന്റെ ഈ ഭാഗം ഷാജഹാന്റെ അമ്മയും അമ്മൂമ്മയും ഉപയോഗിച്ചിരുന്നതാ. അവർ രണ്ടുപേരും ഹിന്ദുക്കളായിരുന്നു അത്ര. അതായത് അക്ബർ, ഷാജഹാന്റെ അമ്മയും അമ്മൂമ്മയും ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന സാധനങ്ങളൊക്കെ ഹിന്ദു ആർക്കിടെക്ചറിലൊക്കെയാണ് പണിതിരിക്കുന്നത്. കൂടാണ്ട് ഈ സൈഡ് അവര് ലൈബ്രറി ആയിട്ടും മറ്റേ സൈഡ് പലതരം അവരുടെ റൂമുകളാട്ടോ. നമ്മൾ ഈ ഗൈഡ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാവണേ എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത് കേട്ടോ. ഇതൊന്നും ഓർത്തു വെക്കലും നടക്കില്ല എന്നുള്ള കാര്യം 100% ഷുവറാണ്. അങ്ങനെ അവസാനം ഒരു മിനിറ്റ്, അങ്ങനെ അവസാനം നമ്മള് ഈ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടോ. അതോ ഇതിരിക്കുമ്പോ തണുക്കണുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറന്റ് വന്നിരിക്കട്ടോ, ലോട്ടസ് റെസ്റ്റോറന്റ്. നമ്മളിവിടെ ബിരിയാണി കഴിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മള് മെനു ഉണ്ട്, മെനു നമുക്ക് നോക്കാം. എത്ര ആവശ്യം എന്ന് പറഞ്ഞ ഇതാണ് മുർഗ് പുലാവ്, റോസ്റ്റ് പുലാവ്, ഇത് രണ്ടെണ്ണം. ബിരിയാണി അവർ കബാബ് പ്ലേറ്റ് വെക്കാം. ഇവിടെ റോട്ടിയും തന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചായ വിശന്നിട്ടും ഇതിനുണ്ടേ. നമ്മളുടെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. ഞാൻ രണ്ടാമതൊരു ചായ പിടിച്ചു, കാരണം ഇവിടുത്തെ ചായ ഭയങ്കര നല്ലതാ. പിന്നെ എൻ്റെ തൊണ്ട ഭയങ്കര മോശം. ले जा तू संदेशा मेरा, मैं छड़ के जावा बाग में झूले पड़ गए। ये छोटी सी जिंदगी है रात लमिया वो बरिया ഇങ്ങനത്തെ ഒരു താജ്മഹൽ വാങ്ങിച്ചു വന്നപ്പോ നമ്മൾ 1000 സംതിങ് ആയിട്ടാ കൊടുത്തത്. ആ സെയിം സാധനം നമ്മുടെ ഹോട്ടലിൽ 630. നമ്മൾ കൊടുത്ത കാശിന് ഇത്രയും വലിയൊരു താജ്മഹൽ നമുക്ക് കിട്ടിയാണേ. അപ്പൊ നമ്മൾ വഞ്ചിക്കപ്പെട്ടു. അയ്യോ. അപ്പൊ നമ്മള് തിരിച്ച് റൂമിൽ വന്നു. നമ്മൾ വഞ്ചിക്കപ്പെട്ടു. നമ്മളവിടെ ഒരു സൂവിനിയർ ഷോപ്പിൽ, ഗവൺമെന്റ് ഓതറൈസ്ഡ് സൂവിനിയർ ഷോപ്പിൽ പോയിട്ട് ഒരു ചെറിയ താജ്മഹൽ വാങ്ങിച്ചു. അതിന് എത്ര ആയിരുന്നു? 1250. ഇവിടെ വന്നിട്ട് നമ്മുടെ ഹോട്ടലിൽ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ഈ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സെയിം സാധനത്തിന് പകുതി വില 630 രൂപയുള്ളൂ. ഒരിക്കലും ഗവൺമെന്റ് അപ്രൂവ്ഡ് ഷോപ്പ് എന്ന് പറഞ്ഞ് ഗൈഡുകൾ കൊണ്ടുപോകുന്ന ഷോപ്പിൽ പോവരുത്. നിങ്ങൾ വല്ല മാർക്കറ്റിൽ പോകണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുന്നത് നല്ലത്. പോയാലും വാങ്ങരുത്, പോയിട്ട് വരിക. പക്ഷെ അവന്മാരിങ്ങനെ വലയിട്ട് പിടിക്കുന്ന പോലെയാ, നമുക്കൊന്നും ഊരാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും. അപ്പം മിക്കതും പോവാണ്ടിരിക്കാനുള്ളത് എനിക്ക് തോന്നണ. ലെതർ ഷോപ്പ് സെയിം ഭയങ്കര 3000 താഴെ ഒന്നും ഇല്ല അവിടെ.
മീൻസ് ഒരു ലെതർ ഷോപ്പ്, ഹാൻഡിക്രാഫ്റ്റ്സ്. പിന്നെ ക്യാമറ അലൗഡ് അല്ല, കാരണം അവർക്ക് ഇതൊന്നും റെക്കോർഡ് ചെയ്യുന്നത് ഇഷ്ടമല്ലല്ലോ. അവർ പറയുന്ന പ്രൈസൊക്കെ ഭയങ്കര കൂടുതലാണല്ലോ അത്. സോ അതാണ് എൻ്റെ ഉപദേശം ഗൈസ്. നമ്മൾ ആക്ച്വലി നടക്കാൻ ഇറങ്ങിക്കാട്ടാം. നോക്കി ഹോട്ടലിൽ ഫുള്ള് ലൈറ്റാ. നമ്മളൊരു ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കുന്നതാട്ടാ. കൂടാതെ നമുക്ക് ഇങ്ങനെ കാണുകയും ചെയ്യാം സ്ട്രീറ്റ്. അമൂലിന്റെ കുൽഫി ഷോപ്പ് കണ്ടുട്ടാ. അപ്പൊ നമ്മളവിടെ കുൽഫി കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. ഏതാണ് അവ ടൂട്ടു എടുക്കാൻ പോണേ? നമ്മൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ പപ്പറ്റ് ഷോപ്പ്, പിന്നെ ഇവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ്, അങ്ങനെ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ ഇറങ്ങിയേട്ടാ. ഇവിടെ ഇവർ മുഴുവൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ ഒരു വർക്ക്ഷോപ്പ് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്തെങ്കിലും പെർഫോമൻസ് ഒക്കെ നമ്മൾ ആരെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അപ്പം നമ്മൾ എന്തെങ്കിലും ടിപ്പ് കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരാളിരുന്ന് ഇത് ഉണ്ടാക്കണമുണ്ട്. വേണ്ട अलग अलग कंट्रियों से आते हैं, जैसे कि मलाकाइट है दक्षिण अफ्रीका जिम्बाब्वे से आता है. ജിംബാബ്വെ. ഓ സി മലക്കൈറ്റ്. മലക്കൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോൺ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ആഫ്രിക്കയില്. ആ സെയിം സാധനമാണ് അത് ഇവർ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. जिम्बाब्वे എന്ന് പറഞ്ഞ സ്റ്റോൺ അത്. और ये लेपिस लजूली है जो अफगानिस्तान से आता है. और ये जो यमन से आता है, ये कॉर्नेलियन है. यमन. इसका ताजमहल में बहुत ज़्यादा यूज़ हुआ है. So how do you glue टच it? कर सकते हैं, दूर से देख सकते हैं. ഓ How do you glue it? വേണ്ട. By the traditional glue. വാവ്, കണ്ട ഇവർ ഒതുക്കി ഗ്ലൂ വെച്ചിട്ടാണ്. इतने डिज़ाइन को ഓ एक हाथ से इसको चलाते हैं, एक हाथ से റൗണ്ട് ഷേപ്പ്. ഓ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതുമേ ഉരയ്ക്കും. സോ ഓൾ ദിസ് വർക്ക്സ് ആർ ഓൾ ഓഫ് ഇറ്റ് ഇസ് ദാറ്റ് ഓൺലി ഹാൻഡ് മെയ്ഡ്. ഓ അതാണ് ഇതിന് എത്ര വില. ഇത് കണ്ടോ, ഇത് മൊത്തം അങ്ങനെ ഉണ്ടാക്കിയതാ. ഓ ടൈഗർ, സി ദിസ് വർക്ക് കോംപ്ലിക്കേറ്റഡ്. അപ്പൊ ഇങ്ങനെ മൊത്തം ടൈം ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ. इतना हार्ड होता है ये मार्बल. ये हमारी फिंगर भी हार्ड हो जाती है करते हुए. टच करके देखो, उसको पुश कीजिए. It got a callus. ഓ യാ, ഭയങ്കര ഇങ്ങനെ കൈയുണ്ട് അങ്ങനെ ആയത്. ഇതുമ്മ അത്ര ഹാർഡാത്ര ഇത് ചെയ്യാനായിട്ട്. ആ ഇതിന്റെ ഒരു വർക്കുണ്ട്. ഇതാണ് അയാൾ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിനാണ് ഇതുണ്ട്, ഒരു പുലീനെ തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു എലിഫന്റിന്റെ ഉള്ളില് വേറൊരു എലിഫന്റ്, അതിന്റെ ഉള്ളില് വേറൊരു എലിഫന്റ് ഉണ്ട്. 2 elephants inside. ഓഹ്, ഇതിന്റെ ഉള്ളില് 2 എലിഫന്റ് സിംഗിൾ പീസിൽ കൊത്തിയിട്ടുണ്ട്. കണ്ടോ? All. What is this work called? This is the inlay work. INLAY. INLAY. Inlay work. Inlay work, right? Yes. ഇതാണ് ഇൻലേ വർക്ക്. This is famous in Agra. Only in Nagra. This is the art you can find only in Nagra. Nowhere in the world. ഓ, ആഗ്രയിൽ മാത്രം കാണുന്ന വർക്കാട്ടോ ഇത്. വേറെ ലോകത്ത് എവിടെയും ഈ വർക്ക് കാണാൻ പറ്റില്ല. ഇവര് ഈ ഒരു ഹോട്ടലിന്റെ ഉള്ളിൽ തന്നെ സാരി ഷോപ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സാരി ഇവിടുന്ന് വാങ്ങാൻ പറ്റും. അപ്പം നമ്മളിവിടെ ജസ്റ്റ് എങ്ങനത്തെ സാരികളൊക്കെ ഉള്ളേ എന്ന് നോക്കാൻ വേണ്ടി വന്നോട്ടോ. വാഴേൻ്റെ നാരുകൊണ്ട് ഉണ്ടാക്കിയത് കണ്ട, നല്ലതാ. ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് നല്ലതാ. Only border. ഇത് വിത്ത് ബ്ലൗസ് പീസ് റൈറ്റ്. ഇത് കാശ് കൂടുതലായിരുന്നു, കാശ് കൂടുതലാണ്. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ നല്ലതാ, സോഫ്റ്റ് മെറ്റീരിയൽ. ഇനി അതർ കളേഴ്സ് ഇൻ ദിസ് വൺ. This is leaves of banana. ബനാന ലീഫ്. ഓ, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഈ സാരി. വെരി വെരി സോഫ്റ്റാ. ഉണ്ടാ, ഇത് നല്ലതല്ലേ. ഇതൊക്കെ ഈ സാരി കണ്ട, സാരി ഗ്രീൻ ബോർഡറുള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് എടുക്കണോ? ഇനി ഓപ്പൺ ലൈക്ക് ദിസ്. പിന്നുള്ളത് ഈ ആഷ് കളറ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാ. കണ്ട, നല്ല ഭംഗിയുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി 5 ദിസ് ഈസ് വിൽ ടേക്ക്. ഇതാണ് റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണിത്. മോളും സീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ട്.
ഇതുകൊണ്ടോ എൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നണേ. നമ്മൾ താമസിച്ച റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലായിട്ട് ലൈവായിട്ട് ഇങ്ങനെ പാട്ടുകൾ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഗസൽ പോലെ പാടിക്കൊടുക്കണത് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരെണ്ണം കണ്ടിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ജ്യൂസ് കുടിക്കൽ, അങ്ങനത്തെ ചാട്ട് കഴിക്കൽ, അങ്ങനത്തെയൊക്കെ ചെയ്തായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. മുകളിൽ ഫുൾ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ അറിഞ്ഞുകൂടായിരുന്നു നമുക്ക് നമ്മുടെ ഹോട്ടലിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡിന്നർ ഇവിടെ കഴിച്ചേനെ. സോ വി ഫെൽറ്റ് ലൈക്ക് വി മിസ്ഡ് ഇറ്റ്. പക്ഷെ എന്തായാലും നല്ല ഒരു അടിപൊളി എന്താ പറയുക, രാത്രി അങ്ങനെ ഇതോടുകൂടി അങ്ങനെ അവസാനിച്ചു. പക്ഷേ ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. അത് നമ്മളുടെ അടുത്ത വീഡിയോയിലാണ് വരുന്നത്. അടുത്ത വീഡിയോയിലാണ് നമ്മൾ അടിച്ചു പൊളിച്ച് ഡൽഹി മൊത്തം തൂത്തുവാരി ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ആ ഫുൾ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡൽഹിയിൽ നമ്മൾ കണ്ടിരിക്കേണ്ട മാർക്കറ്റ്സ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലാണ് കൊണ്ടുവരുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് എല്ലാവരും. നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ട്ടാ. ബൈ ബൈ.